തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിന് തീപിടിച്ചു. 3 ബോഗികൾ തീ പടർന്നിട്ടുണ്ട്. ബോഗികൾ പാളം തെറ്റിയതാണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് സൂചന. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തീ പടർന്നു പിടിക്കുകയാണ്. റഹീസ്, കൂടുതൽ വിവരങ്ങൾ. തീ അണയ്ക്കാൻ കഴിഞ്ഞോ? എന്താണ് വിവരം? തിരുവള്ളൂരിൽ എത്ര മണിക്കാണ് ഈ കാര്യം സംഭവിച്ചത്? SKN ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തിരുവള്ളൂരിൽ ഇത്തരത്തിലൊരു ട്രെയിനിന് തീ പിടിക്കുന്നത്. ഇത് ചരക്ക് ട്രെയിനാണ്. ചെന്നൈ പോർട്ടിൽ നിന്നും എണ്ണ കൊണ്ടുവന്ന ട്രെയിനാണ്. അവിടെ നിന്ന് എണ്ണ കൊണ്ടുപോയ ട്രെയിനാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് ഏത് എണ്ണയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ സൂചന ഇനിയും ലഭിച്ചിട്ടില്ല. നിലവിൽ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്നത്. കാരണം ഏതാണ്ട് 5 ബോഗിയിലേക്ക് ഇപ്പോൾ തീ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഒരു ബോഗിയിലാണ് ആദ്യം തീ കത്തിയത്. പിന്നീട് 5 ബോഗിയിലേക്ക് ഈ തീ പടർന്നു പിടിക്കുകയായിരുന്നു. അങ്ങനെ സമീപത്ത് ഉള്ളവരുടെയൊക്കെ ആരോഗ്യനിലയെ ബാധിക്കുന്ന തരത്തിൽ അത്തരത്തിൽ വലിയ പുക ഉയർന്നുകൊണ്ട് ഉള്ള തീപിടുത്തമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഒരു ബോഗി പാളം തെറ്റുകയും പിന്നീട് അതുമൂലമാണ് ഈ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തതെന്നാണ് പ്രാഥമികമായി ഈ സ്പോട്ടിലുള്ളവർ നൽകുന്ന വിവരം. അത്തരത്തിൽ ഒരാളുമായി അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ ഈ തീ അണയ്ക്കാനായി ഏതാണ്ട് 10 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ തീ ഇതുവരെയും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ എണ്ണ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ്. ഇവിടേക്ക് ആളുകൾ യാതൊരു കാരണവശാലും ഇത് കാണാൻ പോലും വരരുത് എന്നുള്ള നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം സമയമെടുത്ത് മാത്രമേ ഈ തീ അണയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. മാത്രമല്ല ഈ റെയിൽവേ അന്വേഷണം ഈ ഒരു സംഭവത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ ഒരു വിശദീകരണം അല്പസമയത്തിനുള്ളിൽ ലഭിക്കുകയും ചെയ്യും. അപ്പോഴാണ് എന്താണ് യഥാർത്ഥ കാരണം ഈ ഒരു അപകടത്തിൻ്റെതെന്ന് വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഏതായാലും ഈ അറക്കോണം ലൈനിലുള്ള റെയിൽവേ ഗതാഗതം ആകെ സ്തംഭിച്ചിരിക്കുകയാണ്. പല പ്രധാനപ്പെട്ട ട്രെയിനുകൾ, വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളൊക്കെയും പിടിച്ചിട്ടിരിക്കുന്ന സ്ഥിതിയാണ്. ഏതാണ്ട് 2-2.5 മണിക്കൂറായി ഒരു ട്രെയിനും നിലവിലുള്ള സ്റ്റേഷനിൽ നിന്ന് അനങ്ങാത്ത സ്ഥിതിയാണ്. അപ്പോൾ അങ്ങനെ മലയാളികളടക്കം വിവിധ ആളുകൾ നമ്മളെ ഇപ്പോൾ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ട്രെയിനിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്നത്. അപ്പോൾ അത്തരത്തിൽ ട്രെയിൻ ഗതാഗതമൊക്കെ കുറേ നേരത്തേക്ക് സ്തംഭിക്കുന്ന ഒരു വലിയ ഒരു സംഭവമായി ഈ തീപിടുത്തം മാറുകയും ചെയ്തിട്ടുണ്ട്. ബോഗികൾ പാളം തെറ്റിയത് തന്നെയാണ് അപകട കാരണം എന്നുള്ളതാണ് ഏറ്റവും അവസാനമായും വരുന്ന സൂചനകൾ. ഈ 5:55 ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് എന്നുള്ള വിവരം കൂടി ചിലർ അവിടെ നിന്ന് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൈസൂർ ശതാബ്ദി എക്സ്പ്രസ് 6 മണിക്ക് പുറപ്പെടേണ്ടതാണ്, അത് പോയിട്ടില്ല. കോയമ്പത്തൂർ എക്സ്പ്രസ് പോയിട്ടില്ല. അങ്ങനെ ഏതാണ്ട് ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി ബാധിക്കുന്ന തരത്തിലേക്ക് മാറി. എന്തായാലും ഈ ലോക്കോ ബെൽറ്റിനടക്കം കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. 5 ബോഗികൾക്കാണ് നിലവിൽ തീ പിടിച്ചിരിക്കുന്നത്. അത് 7 എന്നുള്ള ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അത് ഇനിയും കൂടുതൽ സമയം ഈ ഒരു ഇത് അണയ്ക്കാൻ